ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ടാരോട്ട് യൂണിവേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് റീഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് 6 ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ബന്ധത്തിലാണ് നിങ്ങൾ. അതായത് നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ്. അപ്പോൾ നിങ്ങളുടെ ഈ റിലേഷനിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ആ ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അല്ല എങ്കിൽ ആ ബന്ധത്തിൽ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അപ്പോൾ ആ ഒരു ചേഞ്ചിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുവാണല്ലോ. അപ്പോൾ നിങ്ങളങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ആ ചേഞ്ചിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ എന്ന് പറഞ്ഞത് ആ വ്യക്തി നിങ്ങളെ ഇങ്ങനെ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആ വ്യക്തിക്കൊരു ചേഞ്ച് വരുന്നില്ല. അപ്പം നിങ്ങൾ നല്ല ഹോപ്പിലാണ് ചേഞ്ച് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വ്യക്തി നിങ്ങളെ ശരിക്കും നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മാറ്റത്തിന് ആ വ്യക്തി തയ്യാറല്ല. അപ്പോൾ നിങ്ങൾ ഈ ബന്ധത്തിൽ ശരിക്കും ഡ്രാഗ് ചെയ്ത് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് ശരിക്കും അതാണ്. ഇനി നമ്മുടെ സെക്കൻഡ് കാർഡ് നമുക്ക് നോക്കാം. നമ്മുടെ സെക്കൻഡ് കാർഡാണ് വീൽ ഓഫ് ഫോർച്യൂൺ. അപ്പോൾ ഈ ബന്ധത്തിൽ ഏതെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും ഒരു പ്രോഗ്രസ്സിന് വേണ്ടിയുള്ള ചേഞ്ചിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷേ ഈ വ്യക്തി നിങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഒന്നും തന്നെ സാധിച്ചു തരുന്നില്ല. അതുമാത്രമല്ല, നിങ്ങളുടെ പ്രതീക്ഷകൾക്കെതിരായിട്ട് നിങ്ങൾക്ക് ഓരോ തിരിച്ചടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സ്വയം ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് നിർത്താനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളിങ്ങനെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ കൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ നിങ്ങൾ സ്വയം ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് നിർത്തുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. അതായത് ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു വ്യക്തിയല്ല. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്വാളിറ്റീസ് ഈ വ്യക്തിയിലേക്ക് വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഇതേവരെ വന്നിട്ടില്ല. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ്, നിങ്ങളിങ്ങനെ സ്വയം ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് നിർത്താനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കിടന്ന് നിങ്ങളുടെ ഈ പ്രിഷ്യസ് ആയിട്ടുള്ള ടൈം വെറുതെ വേസ്റ്റ് ആകുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങളതിനെ വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്ട്രെസ്സും ടെൻഷനും വിഷമങ്ങളും അല്ലാതെ ഒന്നും തന്നെ തിരിച്ചു തരുന്നില്ല. അതുമാത്രമാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഇതൊരു റിലേഷൻഷിപ്പല്ല, ശരിക്കും അതൊരു ഷിപ്പ് മാത്രമാണ്. അങ്ങനെയുള്ളവർ ഒരു നല്ല ബന്ധത്തിന്, നല്ലൊരു റിലേഷൻഷിപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതല്ല എങ്കിൽ ആ വ്യക്തി അവരുടെ എല്ലാ മിസ്റ്റേക്സും അല്ലെങ്കിൽ അവരുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാം നിങ്ങളോട് കൺഫസ് ചെയ്യുന്നത് കാത്തിരിക്കുകയാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ അടുത്തെല്ലാം പറയും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. അവർ യഥാർത്ഥത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അവരത് കാണിക്കുന്നുമില്ല നിങ്ങളുടെ അടുത്ത്. നിങ്ങളോട് അതുപോലെ തന്നെ ജെനുവിനായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്സും അവർ കാണിക്കുന്നില്ല. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുവാണ് ഈ ബന്ധം ഉപേക്ഷിക്കാനുള്ള ടൈം ആയിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. ഇനി നിങ്ങൾ ഈ ബന്ധം ഉപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഉള്ളതിനേക്കാൾ ഇരട്ടി സന്തോഷത്തിലാകും നിങ്ങൾക്ക് ഒരുപാട് സമാധാനം ഉണ്ടാകും. നിങ്ങളുടെ ലൈഫിലേക്ക് അബൻഡൻസ് ഒഴുകി എത്തുന്നതിനുള്ള വാതിൽ അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ സ്വയം ഉണ്ടാക്കാൻ
തുടങ്ങുകയാണ്. അപ്പോൾ ഈ ബന്ധം നിർത്തുന്നതിലൂടെ അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പ്രധാനമായിട്ടും പറയുകയാണ്, നിങ്ങൾ ഇനി ഇത് സഹിക്കേണ്ട കാര്യമില്ല, ഈ ബന്ധം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്.